സ്വർണ്ണക്കടത്ത് കേസിൽ വളരെ പ്രധാനപ്പെട്ട വിവരം കോടതിയുടെ ഭാഗത്ത് നിന്ന് പുറത്തുവരുന്നു. സ്വർണ്ണക്കടത്ത് കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ജുഡീഷ്യൽ അന്വേഷണത്തിന് സ്റ്റേ. കമ്മീഷനെ നിയമിച്ചതിനെതിരെ ഇഡി നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ വിധി. MS അനീഷ് കുമാർ ചേരുന്ന വിവരങ്ങളുമായി. അനീഷ്, സർക്കാരിന് വലിയ കനത്ത തിരിച്ചടി. കേന്ദ്ര ഏജൻസികൾക്കെതിരെ അന്വേഷണം പ്രഖ്യാപിക്കാമോ എന്ന കാര്യത്തിൽ നിയമപരമായി ഒരു തീരുമാനമുണ്ടായിരിക്കുന്നു. എന്താണ് കോടതി വിധിയുടെ നമുക്ക് ലഭ്യമായ വിശദാംശങ്ങൾ? രഞ്ജിത്ത്, നേരത്തെ തന്നെ നിയമവൃത്തങ്ങൾ സൂചന നൽകിയ പോലെ തന്നെയുള്ളൊരു വിധിയാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഈ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ഇഡിക്കെതിരെ നടത്തിയ അന്വേഷണ നടപടികൾ ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷന്റെ നടപടിക്രമങ്ങൾ സ്റ്റേ ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ കോടതിയുടെ ഉത്തരവ് വന്നിരിക്കുന്നത്. ഒപ്പം സംസ്ഥാന സർക്കാരിന് വിഷയത്തിൽ നോട്ടീസ് അയക്കാനും ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നു. എന്തായാലും വിധി പകർപ്പിന്റെ വിശദാംശങ്ങളും മറ്റും ഇനി വരാനേ ഉള്ളൂ. രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കൃത്യമായി പറയാൻ കഴിയുക. ഒന്ന്, ഈ ജുഡീഷ്യൽ അന്വേഷണം ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നു. മറ്റൊന്ന്, സർക്കാരിന് നോട്ടീസ് അയക്കാൻ കോടതി ഉത്തരവിട്ടിരിക്കുന്നു എന്നീ രണ്ട് കാര്യങ്ങളാണ്. നേരത്തെ സമാനമായ വിഷയത്തിൽ തന്നെ 2 ക്രൈംബ്രാഞ്ച് എഫ്ഐആറുകൾ സംസ്ഥാന സർക്കാർ രജിസ്റ്റർ ചെയ്തിരുന്നു ഇ ഡി ഉദ്യോഗസ്ഥർക്കെതിരെ. എന്നാൽ ഇ ഡിയുടെ അപ്പീൽമേൽ ആ 2 അന്വേഷണ നടപടികളും ഹൈക്കോടതി 2 എഫ്ഐആറുകളും റദ്ദാക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ ഒരു ചുവട് പിടിച്ചുള്ള ഒരു ഉത്തരവ് തന്നെയാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നതെന്ന് നമുക്ക് പറയാം. കാരണം രാജ്യത്ത് ഒരു നീതിന്യായ സംവിധാനം നിലവിൽ നിൽക്കുന്നു. ഒരു ഏജൻസി ഒരു കേസിൽ അന്വേഷണം നടത്തുമ്പോൾ മറ്റ് ഏജൻസികൾ സമാന്തരമായ അന്വേഷണം ആ കേസിൽ നടത്തുന്നത് നീതിന്യായ വ്യവസ്ഥ തകിടം മറിക്കാനുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങൾ നീക്കും എന്നാണ് കേന്ദ്രം വാദിച്ചത്. ആ വാദമുഖങ്ങൾ ഇപ്പോൾ പ്രാഥമികമായി കോടതി അംഗീകരിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുക. എന്തായാലും വളരെ വിപുലമായ നിയമയുദ്ധം ഒരുപക്ഷെ ഇനിയും നടക്കാം. ഡിവിഷൻ ബെഞ്ചിനെ അടക്കം സമീപിക്കാനുള്ള നീക്കം സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് നമുക്ക് കണക്കാക്കാം. രഞ്ജിത്ത്, അതാണ് പ്രധാനപ്പെട്ട വിവരം. ഏതായാലും ജുഡീഷ്യൽ അന്വേഷണത്തിന് സംസ്ഥാന സർക്കാർ കേന്ദ്ര ഏജൻസികൾക്കെതിരെ പ്രഖ്യാപിച്ച ജുഡീഷ്യൽ അന്വേഷണത്തിന് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് സ്റ്റേ ഉണ്ടായിരിക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട നിർണായകമായ വിവരം ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഇ ഡിയുടെ വാദമുഖങ്ങൾ ആ തരത്തിൽ കോടതി അംഗീകരിച്ചിരിക്കുന്നു. സർക്കാർ നടപടി 1952 കമ്മീഷൻ ഓഫ് എൻക്വയറീസ് ആക്ടിന് വിരുദ്ധം. ജസ്റ്റിസ് VK മനോഹറിന്റെ നിയമനം റദ്ദാക്കണം. സമാന്തര അന്വേഷണം നടത്തി തെളിവ് നശിപ്പിക്കാനാണ് ശ്രമം. കമ്മീഷൻ നിയമനം വിഡിത്തമെന്ന തരത്തിലുള്ള വാദഗതികളൊക്കെ ഇ ഡി ആ തരത്തിൽ ഉന്നയിച്ചിരുന്നു. വിജയരാഘവൻ മാധ്യമങ്ങളെ കാണുന്നു. സംസ്ഥാന ഗവൺമെന്റിന് സാധിക്കാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെ നീക്കാൻ ശ്രമിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങൾ ഒരു ജുഡീഷ്യൽ അന്വേഷണം വഴി കണ്ടെത്തുക എന്നുള്ളതാണ് ഗവൺമെന്റ് നിർവഹിച്ച കാര്യം. ഇവിടെ നിയമ സംവിധാനമാണ് ഇത് സംബന്ധിച്ച് ഉള്ള മറ്റൊരു അഭിപ്രായം പറയുന്നതെങ്കിൽ നിയമപരമായിട്ട് തന്നെ അത്തരം കാര്യങ്ങളിലൂടെ വീണ്ടും തങ്ങളുടെ ഭാഗം കോടതിക്ക് മുന്നിൽ പറയാൻ ഗവൺമെന്റിന് കഴിയും. അത് സ്വാഭാവികമാണ്. നിയമവ്യവസ്ഥ നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ ഇത്തരം തീരുമാനങ്ങൾ നമുക്ക് എടുക്കുന്നത് നിയമപരമാണ്, ഭരണഘടനാപരമാണ്. അത് സംബന്ധിച്ചിട്ടുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ അത് കോടതിയിൽ ചർച്ച ചെയ്യും. കോടതിയുടെ തീരുമാനം അന്തിമ തീരുമാനമായിട്ട് ചില കാര്യങ്ങളിൽ നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്. ഭരണഘടനാപരമായിട്ടാണ് കാര്യങ്ങൾ പോവുക. ഗവൺമെന്റിന്റെ നിലപാട് എന്നുള്ള നിലയിൽ മുന്നോട്ട് പോവുക തന്നെയാണ് ചെയ്യുക. അല്ല, ഗവൺമെന്റ് നിയമപരമായിട്ടാണ് ഗവൺമെന്റ് പ്രവർത്തിക്കുക. എല്ലായ്പ്പോഴും ഗവൺമെന്റ് നിയമവിധേയമായിട്ടാണ് പ്രവർത്തിക്കുക. ഗവൺമെന്റ് എടുത്ത ഒരു തീരുമാനത്തിൽ കോടതി ഒരു അഭിപ്രായം പറഞ്ഞാൽ ആ അഭിപ്രായം അംഗീകരിച്ചുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അതിന്റെ മുകളിൽ മറ്റെന്ത് നടപടിക്രമങ്ങൾ എന്ന് ഗവൺമെന്റ് പരിശോധിച്ച് അവര് ആവശ്യമായ കാര്യങ്ങൾ തീരുമാനമെടുക്കുകയാണ് ചെയ്യുക. നമ്മുടെ നാട്ടിൽ നിയമവ്യവസ്ഥക്ക് വിധേയമായിട്ടാണ് എല്ലാവരും പ്രവർത്തിക്കുന്നത്, ഗവൺമെന്റ് പ്രവർത്തിക്കുന്നത്. ഇ ഡി അങ്ങനെ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അല്ല, സംസ്ഥാന ഗവൺമെന്റ് നിയമപരമായിട്ടുള്ള അവർക്ക് കിട്ടിയ ഉപദേശങ്ങളുടെയും നിർദ്ദേശങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് തീരുമാനം എടുത്തിട്ടുള്ളത്. അത് സംസ്ഥാന ഗവൺമെന്റ് ഉത്തമ വിശ്വാസത്തോടു കൂടി ചെയ്ത ഒരു കാര്യമാണ്. അതിൽ ഹൈക്കോടതി ഒരു സ്റ്റേ കൊടുത്താൽ ആ സ്റ്റേ സ്വാഭാവികമാണല്ലോ, നീതിന്യായ വ്യവസ്ഥയുടെ ഭാഗമാണ്. ആ സ്റ്റേ വെക്കേറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ളത് മറ്റ് നിയമപരമായ കാര്യങ്ങളൊക്കെ സംസ്ഥാന ഗവൺമെന്റാണ് പരിശോധിക്കേണ്ടത്. ഈ സംഭവം ഇത് ഒരു നിയമപ്രശ്നം ഇവിടെ നിൽക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ട് ഗവൺമെന്റ്
ഗവൺമെൻറ്, ഞാൻ ആദ്യം സൂചിപ്പിച്ചത്, ഗവൺമെൻറ്റിൻ്റെ ദൈനംദിന പ്രവർത്തനത്തിൽ എത്രത്തോളം ഈ സംവിധാനങ്ങൾക്ക് ഇടപെടാൻ കഴിയും, അത് ഭരണഘടന ഗവൺമെൻറ്റിന് നൽകുന്ന പരിരക്ഷയ്ക്കപ്പുറത്തേക്ക് പോകുന്നുണ്ടോ എന്നതാണല്ലോ ഇവിടെ പരിശോധനയ്ക്ക് വിധേയമാക്കുന്ന വിഷയം. അത് ഒരു നിയമവിഷയം തന്നെയാണ്. ആ നിയമവിഷയത്തിൽ ED ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ ഒരു താൽക്കാലികമായ സ്റ്റേ കിട്ടി എന്നതുകൊണ്ട് അത് ഇല്ലാതാവുന്നില്ല. സ്റ്റേ സ്വാഭാവികമായിട്ട് നിയമവ്യവസ്ഥയിൽ ഹൈക്കോടതിയുടെ നിർദ്ദേശങ്ങൾക്ക് വിധേയമായിട്ടാണ് സംസ്ഥാന ഗവൺമെൻറ് പ്രവർത്തിക്കുക. ഇതൊരു ഇടക്കാല സ്റ്റേ ആണ്. അത് കഴിഞ്ഞാൽ ബാക്കി നിയമപരമായ കാര്യങ്ങളാണ്. സംസ്ഥാന ഗവൺമെൻറ് നിയമപരമായ കാര്യങ്ങൾ നോക്കി ആവശ്യമായ തീരുമാനങ്ങൾ എടുക്കാൻ ഇത്തരം കാര്യത്തിൽ ചെയ്യാം. ഇതിനെ മറ്റൊരു വിഭാഗത്തിലേക്ക് കൊണ്ടുകൊണ്ടില്ല. സർക്കാരിന് എന്തായാലും ഈ വിഷയത്തിൽ ഒരു തിരിച്ചടി സംഭവിച്ചിരിക്കുന്നു എന്ന് വേണം ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. EDക്കെതിരെ ജുഡീഷ്യൽ അന്വേഷണത്തിന് ഇടക്കാല സ്റ്റേ എന്ന രീതിയിലാണ് കോടതി ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. അന്വേഷണത്തിനെതിരായ ED ഹർജി ഫയലിൽ സ്വീകരിച്ചതും സർക്കാരിന് തിരിച്ചടിയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. സർക്കാരിന് കിട്ടിയ നിയമപരമായ ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു നീക്കം സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്നാണ് LDF കൺവീനർ A. വിജയരാഘവൻ ഇപ്പോൾ മാധ്യമങ്ങളെ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും അന്വേഷണത്തിനെതിരായ EDയുടെ ഹർജി ഫയലിൽ സ്വീകരിച്ചിരിക്കുന്നു. ഇടക്കാല ഉത്തരവിലൂടെയാണ് ഹൈക്കോടതി ഇത്തരത്തിൽ ഒരു സ്റ്റേ അനുവദിച്ചിരിക്കുന്നത്. അനീഷ്, എന്തെങ്കിലും വിവരങ്ങൾ ഉത്തരവുമായി ബന്ധപ്പെട്ട്, ഈ ഇടക്കാല ഉത്തരവുമായി ബന്ധപ്പെട്ട് നമുക്ക് കൂടുതലായി ലഭ്യമായിട്ടുണ്ടോ? ഉത്തരവിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമായി വരുന്നതേ ഉള്ളൂ. എന്തായാലും ഈ അന്വേഷണത്തിനെതിരായി ED സമർപ്പിച്ച ഹർജി ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചിരിക്കുന്നു എന്ന് വിവരങ്ങൾ വന്നിട്ടുണ്ട്. ഒപ്പം ഈ കേസിലെ എതിർകക്ഷികൾക്കൊക്കെ നോട്ടീസ് അയക്കാനുള്ള ഉത്തരവും കോടതിയുടെ ഭാഗത്തുനിന്നുമുണ്ട്. സംസ്ഥാന സർക്കാരിനും സ്വാഭാവികമായും നോട്ടീസ് നൽകുന്ന ഒരു നടപടിക്രമങ്ങളിലേക്ക് കോടതി വരും. എന്തൊക്കെ വാദമുഖങ്ങൾ മുഖവിലേക്കെടുത്താണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഇത്തരമൊരു വിധി ഉണ്ടായത് എന്ന് സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ ഇനി പുറത്തു വരേണ്ടതുണ്ട്. അത് കൃത്യമായും വിധി പകർപ്പിൽ മാത്രമേ കാണൂ. കോടതിയിൽ വിശദമായ ഒരു വിധി പ്രസ്താവം ഉണ്ടാവുകയും ചെയ്തില്ല. എന്തായാലും ആ വിവരങ്ങൾ വരും മണിക്കൂറുകളിൽ പുറത്തു വരിക തന്നെ ചെയ്യും. എന്തായാലും ED വാദിച്ചത് സംസ്ഥാന സർക്കാർ അധികാര ദുർവിനിയോഗം നടത്തി ഈ കേസ് അട്ടിമറിക്കാൻ, സ്വർണ്ണക്കടത്ത് കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു, മുഖ്യമന്ത്രി തന്റെ അധികാരം ദുർവിനിയോഗം ചെയ്യുകയാണ് തുടങ്ങിയ വാദങ്ങളാണ്. ഒപ്പം ഈ കമ്മീഷനുകളെ നിയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട നിയമങ്ങളും ചട്ടങ്ങളുമൊക്കെ പാലിക്കപ്പെട്ടിട്ടില്ല എന്ന രീതിയിലുള്ള വിമർശനവും ഈ കേന്ദ്ര ഏജൻസികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. എന്തായാലും ആ വാദമുഖങ്ങളൊക്കെ കോടതി അംഗീകരിച്ചാണ് ഇത്തരമൊരു വിധി പ്രസ്താവിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നേരത്തെ ക്രൈംബ്രാഞ്ച് 2 FIR-കൾ ഈ ED ഉദ്യോഗസ്ഥർക്ക് എതിരെ എടുക്കുകയും അവ ഹൈക്കോടതി റദ്ദാക്കുകയും ചെയ്തിരുന്നു. അന്ന് ഉയർത്തിയ വാദമുഖങ്ങൾ തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നാണ് നമുക്ക് ഈ വിധിയുടെ പ്രാഥമിക പ്രസ്താവത്തിൽ നിന്നും മനസ്സിലാകുന്നത്. എന്തായാലും കൂടുതൽ വിശദാംശങ്ങൾ ഇനി പുറത്തു വരേണ്ടിയിരിക്കുന്നു. എന്തൊക്കെ ഇടപെടലുകളാണ് സർക്കാരിൻ്റെ തെറ്റിപ്പോയത്, ഇവിടൊക്കെ ചുവടുകൾ സർക്കാരിന് പിഴച്ചു, ഇത്തരം കേന്ദ്ര ഏജൻസികളുമായി ഒരു സംസ്ഥാന സർക്കാർ ഏജൻസിക്ക് നേരിട്ട് ഏറ്റുമുട്ടാൻ കഴിയുമോ, അല്ലെങ്കിൽ ഒരു ജുഡീഷ്യൽ ഫോറത്തിന് കേന്ദ്ര ഏജൻസികളുടെ മേൽ ഒരു അന്വേഷണം നടത്താൻ കഴിയുമോ, ഒരു കേസിൽ തന്നെ സമാന്തരമായ 2 അന്വേഷണങ്ങൾ നടത്താൻ കഴിയുമോ, ഇത്തരം ചോദ്യങ്ങൾക്കൊക്കെയുള്ള കൃത്യമായ ഉത്തരം ആ വിധി പ്രസ്താവത്തിൽ ഉണ്ടാവും. തീർച്ചയായും. ഹരീഷ് വാസ്തവൻ, അഡ്വക്കേറ്റ് ഹരീഷ് വാസ്തവൻ ടെലിഫോൺ ലൈനിലുണ്ട്. ഹരീഷ്, ഇത് നിയമപരമായി ഏറെ വ്യാഖ്യാനങ്ങൾ നൽകാവുന്ന കേസാണ്. കേന്ദ്ര ഏജൻസികൾക്കെതിരെ സംസ്ഥാന സർക്കാരുകൾക്ക് ഈ തരത്തിലുള്ള അന്വേഷണം പ്രഖ്യാപിക്കാനാകുമോ എന്ന കാര്യത്തിലൊക്കെ കോടതി ഏതാണ്ട് ഒരു തീർപ്പ് കൽപ്പിച്ചിരിക്കുന്നു എന്ന് വേണം കരുതാൻ. താങ്കൾ എങ്ങനെയാണ് ഈ വിധിയുടെ നിയമവശം നോക്കിക്കാണുന്നത്? കോടതിയുടെ പൂർണ്ണമായി മനസ്സിലാക്കാതെ നമ്മൾ അത്തരം ഒരു തീർപ്പിലേക്ക് എത്തിയോ എന്ന് പറയാൻ കഴിയില്ല. പ്രാഥമികമായിട്ട് പറഞ്ഞാൽ കേന്ദ്ര സർക്കാരിന്റെ ഏജൻസികൾക്കെതിരായിട്ട് ഇപ്പോൾ സംസ്ഥാന സർക്കാർ എടുത്തിരിക്കുന്ന നടപടികൾ പ്രാഥമികമായി നോക്കുമ്പോൾ നിയമവിരുദ്ധമാണ്, അല്ലെങ്കിൽ നിയമപരമായി മുന്നോട്ട് പോകാൻ കഴിയുന്നതല്ല എന്ന നിഗമനത്തിലാണ് കോടതി എത്തിയിട്ടുള്ളതാണ് വാദഗതികൾ നിരീക്ഷിച്ച ഒരാൾ എന്നുള്ള നിലയ്ക്ക് എനിക്ക് തോന്നുന്നത്. വിധി വന്നു കഴിഞ്ഞാൽ പ്രാഥമികമായി കേന്ദ്ര സർക്കാരിന്റെ EDയുടെ വാദം അംഗീകരിച്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എങ്ങനെയാണ് തുടർ നടപടികൾ എന്നുള്ളതും ഈ വിധിയിൽ എത്രമാത്രം ഈ നിയമപരമായ പ്രശ്നങ്ങൾ പരാമർശിച്ചിട്ടുണ്ട് എന്നുള്ളതും പരിശോധിക്കേണ്ടത് വിധിന്യായം വന്നതിന് ശേഷമാണ്. ഒരു കാര്യം ഉറപ്പാണ്, ഫെഡറൽ സിസ്റ്റത്തിനകത്ത് നമുക്ക് സംസ്ഥാന സർക്കാരിന്റെ ഏജൻസികൾക്ക് അന്വേഷണം നടത്തുന്നതിന് പരിമിതികളുണ്ട്, കേന്ദ്ര സർക്കാരിന്റെ ഏജൻസികൾക്കും പരിമിതികളുണ്ട്. നിയമത്തിനകത്ത് നിന്നുകൊണ്ട് മാത്രമേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. ഏതർത്ഥത്തിലാണ് ഇത് നിയമവിരുദ്ധമായി കേന്ദ്ര സർക്കാർ വാദിച്ചതെന്നും കോടതി കണ്ടെത്തിയതെന്നും പൂർണ്ണമായി വാദം കേട്ടതിന് ശേഷം അല്ലെങ്കിൽ വിധി വന്നതിന് ശേഷമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഒരു കാര്യം, സംസ്ഥാന സർക്കാരിന് ഒരു പൊളിറ്റിക്കലായിട്ട് ഒരുപക്ഷെ തിരിച്ചടിയായിരിക്കും ഇത്. അപ്പീൽ കൊടുക്കേണ്ടതാണോ, മറ്റ് നിയമ നടപടികളായി മുന്നോട്ട് പോകണോ എന്നൊക്കെയുള്ള കാര്യം ഒരുപക്ഷെ അഡ്വക്കേറ്റ് ജനറലുമായി കൂടിയാലോചിച്ച് സർക്കാർ തീരുമാനിക്കും. പക്ഷേ പ്രാഥമികമായി സംസ്ഥാന സർക്കാരിന്റെ നിലപാടിനേറ്റ തിരിച്ചടി തന്നെയാണ്. അക്കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എന്നാൽ വിന്യായം വന്നാൽ മാത്രമേ, കാരണം ഇതൊരു ഗഹനമായ വിഷയമാണ്, നമുക്കറിയാമല്ലോ. ഇതൊരു ഇന്ത്യയിൽ മറ്റ് പ്രസിഡന്റുകൾ ഉള്ള കേസല്ല. 1-2 സംസ്ഥാനങ്ങളിൽ മാത്രമാണ് കേന്ദ്ര ഏജൻസിക്കെതിരെ
മുമ്പ് കേസെടുത്തിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട നിയമപ്രശ്നങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത് ഹൈക്കോടതികളിൽ. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു പുതിയ ഒരു മേഖല വെട്ടിത്തുറക്കാൻ കേരള സർക്കാർ മുന്നോട്ട് പോകുമോ എന്നാണ് ഞാൻ കാത്തിരുന്ന് നോക്കുന്നത്. ശരി, ഈ ഇന്ററിം ഓർഡർ, അതായത് ഇടക്കാല ഉത്തരവായാണ് ഇത്തരത്തിലുള്ള ഒരു നിഗമനത്തിൽ, ഇത്തരത്തിലുള്ള തീരുമാനം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. അതിൻ്റെ വിശദാംശങ്ങൾ ലഭ്യമായി വരുന്നുണ്ട്. ഹൈക്കോർട്ട് ഓഫ് കേരളയാണ് ഇത്തരത്തിൽ ഒരു വിധിന്യായം പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഫോർ ദ റീസൺ സ്റ്റേറ്റഡ് ഇൻ ദ എബവ് റിട്ട് പെറ്റീഷൻ ആൻഡ് ഇൻ ദ അക്കംപനിയിങ് അഫിഡവിറ്റ്, ഇറ്റ് ഈസ് മോസ്റ്റ് റെസ്പെക്ട്ഫുള്ളി prayed that pending consideration and final adjudication of the present petition, this honorable court may be pleased to stay the operation implementation of notification dated 7/5/2021 bearing and restrain the commission of exercise any power or take any action in exercise of the said powers conferred upon it under the provisions of Commission of Inquiries Act 1952. ആ തരത്തിലാണ് ഒരു കാര്യം കൗൺസിൽ ഓഫ് പെറ്റീഷണർ വാദഗതികളടക്കം ഇത്തരത്തിൽ നിശ്ചയിച്ചിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. അതേസമയം പൊളിറ്റിക്കലായി സംസ്ഥാന സർക്കാരിന് വലിയ ഒരു തിരിച്ചടി എന്ന് തന്നെയാണ് ഈ വിധിയെ വ്യാഖ്യാനിക്കുന്നത്. വി അരുൺ വിവരങ്ങൾ പങ്കുവെക്കും എന്ന് വേണം മനസ്സിലാക്കാൻ. അരുൺ, താൽക്കാലിക സ്റ്റേ ലഭിച്ചു എന്ന് കരുതി സർക്കാർ ഉന്നയിക്കുന്ന നിയമവശങ്ങൾ ഇല്ലാതാകുന്നില്ല എന്ന ആത്മവിശ്വാസം എപ്പോഴും LDF കൺവീനർ അത്തരത്തിൽ പറയുന്നുണ്ട്. എന്താണ് സർക്കാരിന് ഈ വിധിയുമായി ബന്ധപ്പെട്ട് സർക്കാരിന് ലഭിച്ച നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനം? ഇപ്പോൾ ഈ വിധിയെ സർക്കാർ എങ്ങനെ നോക്കിക്കാണുന്നു? നിയമപോരാട്ടം തുടരാൻ തന്നെയാകും സർക്കാരിന്റെ തീരുമാനം. വിജയരാഘവന്റെ CPMന്റെ ആക്ടിംഗ് സെക്രട്ടറി വിജയരാഘവന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തവുമാണ്. ഈ വിഷയത്തിൽ രാഷ്ട്രീയമായി കേന്ദ്ര ഏജൻസികൾക്കെതിരെ കേന്ദ്ര സർക്കാരിന്റെ പോരാട്ടത്തിനൊപ്പം കേന്ദ്ര ഏജൻസികൾക്ക് നിയമപരമായ പോരാട്ടത്തിനും സർക്കാർ തീരുമാനമെടുത്തതാണ്. അതിന്റെ ഭാഗമായി കൂടിയായിരുന്നു ജുഡീഷ്യൽ അന്വേഷണം. ഇപ്പോഴും വിജയരാഘവൻ പറയുന്ന പ്രകാരമാണെങ്കിൽ സർക്കാർ നിയമ പോരാട്ടം തുടരും. ഇത് ഇടക്കാല വിധി മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇത് പൂർണ്ണമായൊരു തിരിച്ചടിയായി ഈ ഘട്ടത്തിൽ സർക്കാരും CPMഉം കാണുന്നില്ല. പകരം കോടതിയെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തും. കേസിന്റെ വാദഘട്ടങ്ങളിൽ ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരികയും കേന്ദ്ര ഏജൻസികളുടെ ഭാഗത്തുണ്ടായ നീക്കങ്ങളെ തുറന്നുകാട്ടാനുമാകും സർക്കാരിന്റെ ശ്രമം. അങ്ങനെ പറയുമ്പോഴും സ്വാഭാവികമായും അന്വേഷണത്തിന് സ്റ്റേ ഉണ്ടാകുന്നത് സർക്കാർ തിരിച്ചടി തന്നെയാണ്. കാരണം സ്വർണ്ണക്കടത്ത് കേസിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം എപ്പോഴും സജീവമായി മുന്നോട്ട് പോവുകയാണ്. ആ ഘട്ടത്തിൽ കേന്ദ്ര ഏജൻസികൾക്കെതിരെ സംസ്ഥാന സർക്കാർ മുൻകൈ നടത്തിയ ജുഡീഷ്യൽ അന്വേഷണത്തെ കോടതി സ്റ്റേ ചെയ്യുന്നത്, തൽക്കാലത്തേക്കെങ്കിലും സ്റ്റേ ചെയ്യുന്നത് സർക്കാരിന് രാഷ്ട്രീയമായി കൂടി തിരിച്ചടിയാകും. രാഷ്ട്രീയമായി സർക്കാരിന് തിരിച്ചടിയാണ്. പക്ഷേ നിയമപരമായ മറ്റു വശങ്ങൾ കൂടി സർക്കാർ ഇത്തരത്തിൽ പരിഗണിക്കുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. EDയുടെ വാദങ്ങൾ ഏതാണ്ട് പൂർണ്ണമായും ഹൈക്കോടതി ഇത്തരത്തിൽ അംഗീകരിച്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. സർക്കാർ നടപടി ജസ്റ്റിസ് കമ്മീഷൻ ഓഫ് എൻക്വയറീസ് ആക്ടിന് വിരുദ്ധം എന്ന പ്രധാനപ്പെട്ട വളരെ നിർണായകമായ വാദമാണ് സർക്കാർ കോടതിയെ ധരിപ്പിക്കാൻ ശ്രമിച്ചത്. കമാൽ പാഷ, ജസ്റ്റിസ് കമാൽ പാഷ ടെലിഫോൺ ലൈനുണ്ട്. ജസ്റ്റിസ് കമാൽ പാഷ, ഇത് ഈ കോടതി വിധി സർക്കാരിൻ്റെ, സംസ്ഥാന സർക്കാരും കേന്ദ്ര ഏജൻസികളുമായി ബന്ധപ്പെട്ട ഏത് തരത്തിൽ വരെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിൽ സംസ്ഥാന സർക്കാരിന് ഇടപെടാം എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തുന്നുണ്ട് എന്ന് താങ്കൾ മനസ്സിലാക്കുന്നുണ്ടോ? അതായത് ഞാനിത് പ്രതീക്ഷിച്ചത് തന്നെയാണ്. യഥാർത്ഥത്തിൽ ഇതിനൊരു ഇടക്കാല ഉത്തരവിന്റെ കാര്യമേ ഇല്ല. അതല്ലാതെ തന്നെ അത് നിൽക്കുന്ന കാര്യമല്ല ഹർജി. അപ്പൊ അത് തള്ളിക്കളയാവുന്ന ഒരു കാര്യമേ ഉള്ളൂ, അല്ലാതെ അതിനകത്തൊന്നുമില്ല. ഇത് എന്താണെന്നറിയാം, ഇതിനകത്തുള്ള പ്രശ്നം എന്ന് പറയുന്നത് അല്ല, തള്ളിക്കളയാവുന്നല്ല, ഇടക്കാല ഉത്തരവിന്റെ ആവശ്യമില്ല. അല്ലാതെ തന്നെ വിധി അത് ക്വാഷ് ചെയ്ത് കളയേണ്ടതാണ് ഈ അന്വേഷണം. ഇത് ഇങ്ങനെ അതായത് നമ്മുടെ ഫെഡറൽ സംവിധാനത്തില് സംസ്ഥാനങ്ങൾ കേന്ദ്രത്തിന്റെ അധികാരത്തിലേക്ക് കടന്നു കയറുന്നതിന് തുല്യമാവും ഇത്. അതാണ് പ്രശ്നം. കാരണം കേന്ദ്ര ഗവൺമെന്റിന്റെ ഏജൻസി ഒരു അന്വേഷണം നടത്തുമ്പോൾ ആ ഏജൻസിക്കെതിരെ ജുഡീഷ്യൽ അന്വേഷണം ഓർഡർ ചെയ്യുക. അതിന് മാത്രമല്ല, അതിന് മുമ്പ് ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് അന്വേഷണം ഏർപ്പെടുത്തി. ആ ക്രൈംബ്രാഞ്ച് അന്വേഷണമൊക്കെ ഹൈക്കോടതി ക്വാഷ് ചെയ്ത് കളഞ്ഞു. അത് മനസ്സിലാക്കിയപ്പോഴാണ് വീണ്ടും ജുഡീഷ്യൽ അന്വേഷണം. അത് ഇഷ്ടമുള്ള ഒരാളെ പിടിച്ച് ഒരു ജുഡീഷ്യൽ അന്വേഷണത്തിന് അങ്ങ് വെച്ചിട്ട് എന്ത് വൃത്തികേടും കാണിക്കാമെന്നുള്ള ഒരു ധാരണ ഉണ്ടല്ലോ, ആ ധാർഷ്ട്യം, അതിനെതിരെയുള്ള ഒരു നടപടിയായിട്ട് ഇതിനെ കാണാൻ പറ്റുള്ളൂ. ഇതൊരിക്കലും ശരിയാവുന്ന ഒരു കാര്യമല്ല, ചെയ്യാൻ പാടില്ലാത്തതാണ് സർക്കാർ ചെയ്തത്. ശരി, നന്ദി ജസ്റ്റിസ് കമാൽ പാഷ ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന്. ഏതായാലും സംസ്ഥാന സർക്കാരിന് ഈ വിഷയത്തിൽ വലിയ തിരിച്ചടി സംഭവിച്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ച വാദഗതികളെല്ലാം ആ തരത്തിൽ കോടതി നിരാകരിച്ചിരിക്കുന്നു. അതിനൊപ്പം എതിർകക്ഷികൾക്ക് നോട്ടീസ് അയക്കാനുള്ള തീരുമാനവും എടുത്തിട്ടുണ്ട്. താൽക്കാലിക പിണറായി വിജയൻ അടക്കമുള്ളവർ എതിർകക്ഷികളാണ് ഈ വിഷയത്തിൽ എന്ന് വേണം മനസ്സിലാക്കാൻ.
അവർക്കടക്കം നോട്ടീസ് നൽകിയേക്കും, നിയമപരമായി തന്നെ നേരിടും എന്നാണ് LDF കൺവീനർ ഈ വിഷയത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. LDF സർക്കാരിന് രാഷ്ട്രീയമായി തന്നെ ഏറെ മാനങ്ങൾ ഉണ്ടാകാവുന്ന ഒരു കേസ് കൂടിയാണ് ഇത് എന്ന് വേണം മനസ്സിലാക്കാൻ. കേന്ദ്ര ഏജൻസികൾ നടത്തിയത് രാഷ്ട്രീയ പ്രവർത്തനമാണ് എന്ന വാദഗതിയിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് LDF എന്ന് വേണം. രാഷ്ട്രീയ വിധേയത്വം അവർ പ്രകടിപ്പിച്ചു. ഒരു മുഖ്യമന്ത്രിക്കെതിരെ ഇങ്ങനെയൊക്കെ പറയുന്നത് തന്നെ രാഷ്ട്രീയ വിധേയത്വം കൊണ്ടാണ് എന്ന പ്രസ്താവന വൈകാരികമായി തന്നെ വിജയരാഘവൻ അല്പം മുമ്പ് പറയുകയുണ്ടായി. ആ തരത്തിൽ തന്നെയാണ് സർക്കാർ ഈ കേസിനെ കാണുന്നത് എന്ന് പറയുമ്പോൾ നിയമപരമായി ഈ വിഷയത്തിൽ സർക്കാർ ഇനിയും മുന്നോട്ട് തന്നെ എന്ന് വേണം മനസ്സിലാക്കാൻ. MS അനീഷ് കുമാർ തുടരുന്നു എന്ന് കരുതുന്നു. അനീഷ്, മറ്റ് വിശദാംശങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? രഞ്ജിത്ത്, ഇപ്പോൾ നമുക്ക് ഇടക്കാല ഉത്തരവിൽ പറയുന്നതനുസരിച്ച് ഈ ഹർജിക്കാരുടെ വാദങ്ങൾ അംഗീകരിച്ച് ഈ കമ്മീഷന്റെ നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ കമ്മീഷന്റെ പ്രവർത്തനം നിർത്തിവെക്കാൻ കോടതി ഉത്തരവിട്ടിരിക്കുന്നതാണ്. ഒപ്പം ഈ കമ്മീഷൻ ഓഫ് എൻക്വയറി ആക്ട് 1952 പ്രകാരമുള്ള അധികാരങ്ങളും മറ്റ് അവകാശങ്ങളുമൊന്നും ഈ കമ്മീഷൻ ഈ ഘട്ടത്തിൽ ഉപയോഗിക്കാൻ പാടില്ല എന്നും പറയുന്നു. വളരെ വിശദമായ വാദം ഇനി ഈ ഹർജിയിൽ നടക്കും എന്ന സൂചനകൾ അല്ലെങ്കിൽ അക്കാര്യം കോടതി വ്യക്തമാക്കുന്നു. ഹർജിക്കാർക്ക് നോട്ടീസ് അയക്കാൻ ഉത്തരവിട്ടിരിക്കുന്നു. ഇതിൽ ഏറ്റവും പ്രധാനം സംസ്ഥാന സർക്കാർ ആണ് ഒന്നാം കക്ഷി. രണ്ടാം കക്ഷി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജനറൽ അഡ്മിനിസ്ട്രേഷൻ സ്റ്റേറ്റ് ഓഫ് കേരള, ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ്. 3 ശ്രീ പിണറായി വിജയൻ, ഓഫീസ് ഓഫ് ദ ചീഫ് മിനിസ്റ്റർ. അതായത് മുഖ്യമന്ത്രിക്ക് തന്നെയും ഈ കേസിൽ എതിർകക്ഷിയായി നോട്ടീസ് അയക്കണമെന്ന ഉത്തരവാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയും പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾക്ക് നേരിട്ട് അവരുടെ വാദമുഖങ്ങൾ ഉന്നയിക്കേണ്ടി വരും. എന്തൊക്കെ കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്നത്, തങ്ങളുടെ സംശയങ്ങൾ എന്തൊക്കെയാണ്, ഏത് തരത്തിലാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്, ഈ കാര്യങ്ങളൊക്കെ പറയാനുള്ള ഒരു അവസരം ഒരു തരത്തിൽ പറയും. പക്ഷേ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട ഈ ഒരു ഹർജിയിൽ മുഖ്യമന്ത്രിക്കും ഈ നോട്ടീസ് അയക്കുന്നു എന്നത് തന്നെയാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായി മാറുന്നത്. എന്തായാലും ഇതുവരെ നടന്ന പ്രവർത്തനങ്ങൾ പൂർണ്ണമായും കമ്മീഷന് നിർത്തിവെക്കേണ്ടി വരും. ഇനി ഒരു ഉത്തരവുണ്ടാവുന്നതുവരെ അല്ലെങ്കിൽ ഈ ഹർജിയിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാവും വരെ ഒരു തരത്തിലുമുള്ള പ്രവർത്തനങ്ങളുമായി കമ്മീഷന് മുന്നോട്ട് പോകാൻ കഴിയില്ല. നിലവിൽ തന്നെ നമുക്ക് മനസ്സിലാക്കുന്ന അനുസരിച്ച് നമ്മൾ നേരത്തെ അദ്ദേഹത്തെ ബന്ധപ്പെട്ടപ്പോഴും അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ബന്ധപ്പെട്ടപ്പോഴും പറഞ്ഞത് നിലവിൽ ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഈ ഹർജി ഇരിക്കുന്ന സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ കൈക്കൊള്ളുന്നില്ല എന്നതാണ്. അതായത് ഏതാനും മാസങ്ങളായി തന്നെ ഏതാണ്ട് മരവിപ്പിച്ച അവസ്ഥയിലായിരുന്നു കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ. ഇപ്പോൾ അത് പൂർണ്ണമായ ഒരു സ്തംഭനത്തിലേക്ക് തന്നെ നീങ്ങുകയും ചെയ്തിരിക്കുന്നു. രഞ്ജിത്ത്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരമായി പുറത്തു വരുന്നത്. കേന്ദ്ര ഏജൻസികൾക്കെതിരെ സംസ്ഥാന സർക്കാരിന് ഒരു അന്വേഷണം നടത്താമോ എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യത്തിനുള്ള ഉത്തരമായി ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് അത് അത്തരത്തിൽ അന്വേഷണം വേണ്ട എന്ന രീതിയിലുള്ള സ്റ്റേ വന്നിരിക്കുന്നു. ഇടക്കാല ഉത്തരവിലൂടെ സ്റ്റേ ചെയ്ത കോടതി സംസ്ഥാന സർക്കാരിനടക്കം നോട്ടീസ് അയക്കാനും മുഖ്യമന്ത്രിക്കടക്കം നോട്ടീസ് അയക്കാനും തീരുമാനിച്ചിരിക്കുന്ന പശ്ചാത്തലം കൂടി ഈ കേസിലുണ്ട്. നിർണായകമായ ഒരു വഴിത്തിരിവാണ് ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇപ്പോൾ കോടതിയുടെ ഇടപെടലോടുകൂടി ഉണ്ടായിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. വളരെ പ്രധാനപ്പെട്ട നിയമവശങ്ങൾ പരിഗണിച്ച ശേഷമാണ് കോടതി ഇത്തരത്തിൽ നിർണായകമായ ഒരു ഉത്തരവിലേക്ക് എത്തിയത് എന്ന് വേണം മനസ്സിലാക്കാൻ. വി അരുൺ കൂടി തുടരുന്നുണ്ട്. അരുണ, സംസ്ഥാന സർക്കാരിൻ്റെ വിജയരാഘവന്റെ വാക്കുകളിൽ നിയമപരമായ പോരാട്ടം തുടരും. സ്വാഭാവികമായും ഈ ഇടക്കാല ഉത്തരവിനെതിരെ മറ്റു തലങ്ങളിൽ നിയമ പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകും എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ? തീർച്ചയായും വിജയരാഘവൻ പറയുന്നത് സ്റ്റേ വെക്കേറ്റ് ചെയ്യാൻ സർക്കാർ ശ്രമിക്കുമെന്നുള്ളതാണ്. അത് തന്നെയാണ് അതിന്റെ കൃത്യമായ തീരുമാനമായി വരിക. ഈ കേന്ദ്ര ഏജൻസികൾക്കെതിരെയുള്ള ഈ നിയമ പോരാട്ടത്തിൽ ഒരു വിട്ടുവീഴ്ചയും വേണ്ട എന്ന നിലപാടാണ് CPM ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. CPMന്റെ സംസ്ഥാന ആക്ടിംഗ് സെക്രട്ടറി അത് വ്യക്തമായി പറയുന്നു. കേന്ദ്ര ഏജൻസികൾക്കെതിരെ അന്വേഷണം നടത്തിയത് കേന്ദ്ര ഏജൻസികൾ സംസ്ഥാനത്തിന്റെ അധികാരത്തിന്മേൽ കടന്നുകയറിയതിനും അതുപോലെ തന്നെ മുഖ്യമന്ത്രി അടക്കമുള്ളവരെ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിച്ചതിനുമാണ്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ അന്വേഷണവുമായി മുന്നോട്ട് കൊണ്ടുപോകും. കേന്ദ്ര ഏജൻസികളുടെ നിലപാട് രാഷ്ട്രീയ പ്രവർത്തനമാണ് അവർ നടത്തിയത്. കേന്ദ്ര ഏജൻസി രാഷ്ട്രീയ പ്രവർത്തനമാണ് നടത്തിയത്. അവർ ഇനി ഏതുതരം പ്രസ്താവന നടത്തിയാലും അത് കേന്ദ്ര സർക്കാരിനും BJPക്കും വേണ്ടിയുള്ളതായിരുന്നു. രാഷ്ട്രീയ വിധേയത്വമാണ് അന്വേഷണ ഏജൻസികൾ പ്രകടിപ്പിച്ചത്. അതിനെതിരെയാണ് സംസ്ഥാന സർക്കാർ അന്വേഷണം നടത്തിയത്, ജുഡീഷ്യൽ അന്വേഷണം തീരുമാനിച്ചത്. അതും കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരു കേസിലെ പ്രധാനപ്പെട്ട പ്രതി തന്നെ കസ്റ്റഡിയിൽ തനിക്ക് നേരിടേണ്ടുന്ന അനുഭവം തന്നോട് മുഖ്യമന്ത്രി അടക്കമുള്ളവരെ കൊടുക്കാൻ ആവശ്യപ്പെട്ടു എന്ന് അവർ തന്നെ വെളിപ്പെടുത്തി. ആ വെളിപ്പെടുത്തലിന്റെ വസ്തുതയാണ്, ആ വെളിപ്പെടുത്തലിലെ അതിലെന്താണ് വസ്തുത കൊണ്ടുവന്ന കാര്യമാണ് സർക്കാർ അന്വേഷണത്തിന് തീരുമാനിച്ചത്. അതിന്റെ ഭാഗമായി അസഫ് അലി, മുൻ പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറൽ, അദ്ദേഹം ടെലിഫോണിലായുണ്ട്. ശ്രീ അസഫ് അലി, താങ്കൾ എങ്ങനെയാണ് ഈ കോടതി ഉത്തരവിനെ നോക്കിക്കാണുന്നത്? സംസ്ഥാന സർക്കാരിന്
ലഭിച്ച വലിയൊരു തിരിച്ചടിയായി തന്നെ ഇതിനെ കാണാമോ? കമ്മീഷനെ വെച്ചത് തന്നെ സർക്കാർ നിയമവാഴ്ചകളുള്ള ഒരു വെല്ലുവിളിയാണ് ഉയർത്തിയത്. ഒരു കേന്ദ്ര ഏജൻസി കേസ് അന്വേഷണം നടത്തുന്നു. അന്വേഷണ മധ്യേ മജിസ്ട്രേറ്റിന് മുമ്പിൽ കൊടുത്ത ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രിയുടെ പേര് ആദ്യമായി പുറത്തു വന്നതായി ED കോടതിയിൽ ബോധിപ്പിച്ചത്. അതിനെതിരെ അന്വേഷണ കമ്മീഷനെ വെക്കുക എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണത്തെ അട്ടിമറിക്കുകയാണ്. സർക്കാരിന്റെ ഭാഗം അതിൽ കളങ്കമില്ലെങ്കിൽ സർക്കാർ അന്വേഷണവുമായി സഹകരിക്കുകയാണ് വേണ്ടത്. സർക്കാർ അന്വേഷണവുമായി സഹകരിക്കുന്നതിന് പകരം ഇന്ന് വരെ കേട്ടുകേൾവിയില്ലാത്ത രീതിയിൽ അന്വേഷണ കമ്മീഷൻ ആക്ടിന്റെ വകുപ്പുകൾ ദുരുപയോഗം ചെയ്ത് ഒരു പൊതു താല്പര്യവും ഉൾപ്പെട്ടിട്ടില്ലാത്ത ഒരു കേസിൽ ആ അന്വേഷണത്തെ ഫലത്തിൽ അട്ടിമറിച്ച് നിശ്ചലമാക്കാൻ വേണ്ടിയുള്ള ദുരുദ്ദേശം വെച്ചുകൊണ്ട് നടത്തിയ ഒരു നീചമായ പ്രവൃത്തി, നിയമപരമായി ഒരിക്കലും നിലനിൽക്കാത്ത ഒരു പ്രവൃത്തിക്കെതിരെ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് സന്ദർഭോചിതമായ ഇടപെടൽ സർക്കാരിനേറ്റ ഏറ്റവും വലിയ തലക്കടിയാണ് എന്ന് വേണേൽ കരുതേണ്ടി. ഇനി ഈ ഇത് ഫയൽ സ്വീകരിച്ച് എന്ന് കേട്ടാൽ തന്നെ സർക്കാർ കമ്മീഷനെ പിരിച്ചുവിട്ട് സർക്കാരിന്റെ ഭാഗം ഒഴിഞ്ഞു മാറുകയാണ് വേണ്ടത് എന്നാണ് എന്റെ അഭിപ്രായം. ഇനി കമ്മീഷന് പിടിച്ചു തൂക്കുന്നതിലോ തുടരുന്നതിലോ നിയമപരമായോ ധാർമ്മികമായോ ഒരു സാധ്യതയുമില്ല എന്നാണ് എന്റെ അഭിപ്രായം. ശരി, നന്ദി ശ്രീ TSF അലി. ഈ വിഷയത്തിൽ താങ്കളുടെ പ്രതികരണത്തിന്. വളരെ പ്രധാനപ്പെട്ട തീരുമാനം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. അനീഷ് കുമാർ തുടരുന്നുണ്ട്. അനീഷ്, അഡ്വക്കേറ്റ് അജയകുമാർ കൂടി ടെലിഫോണിലായിരുന്നു. അഡ്വക്കേറ്റ് അജയകുമാർ, ഇതുവരെ സംസാരിച്ച നിയമ വിദഗ്ധരൊക്കെ പറഞ്ഞത് സംസ്ഥാന സർക്കാരിന് ഏറ്റ വലിയ ഒരു തിരിച്ചടി കേന്ദ്ര ഏജൻസികളുടെ, കേന്ദ്ര സർക്കാരിൻ്റെ അധികാരത്തിലുള്ള കടന്നുകയറ്റം എന്ന രീതിയിൽ തന്നെ ഈ കോടതി വിധിയുമായി ബന്ധപ്പെട്ട് സർക്കാർ നടപടിയെ വ്യാഖ്യാനിക്കണമെന്നാണ്. താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അല്ല, വാസ്തവത്തിൽ ഇത് ഗവൺമെന്റിനെ ആരോ തെറ്റിദ്ധരിപ്പിച്ചാണ് ഇത്തരത്തിലൊരു കമ്മീഷനെ നിയമിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് തീരുമാനമെടുത്തത്. വളരെ മോശമായ ഒരു തീരുമാനമായിരുന്നു അത് എന്ന് ആദ്യ ഘട്ടത്തിൽ തന്നെ അഭിപ്രായപ്പെട്ടവരിൽ ഒരാളാണ് ഞാൻ. കാരണം ഒരു കേന്ദ്ര സർക്കാരിന്റെ അധികാരപരിധിയിൽ വരുന്ന ഒരു ഏജൻസി ഒരു അന്വേഷണം നടത്തുമ്പോൾ അതിൽ എന്തെങ്കിലും നിയമവിരുദ്ധത ഉണ്ടെങ്കിൽ അതെങ്ങനെ പരിഹരിക്കപ്പെടണമെന്ന് CRPCക്ക് അകത്ത് തന്നെ വ്യവസ്ഥ ഉള്ളപ്പോൾ അതിൽ വേറെ ഏതെങ്കിലും രീതിയിൽ ആരെയെങ്കിലും പ്രതിയാക്കാൻ ശ്രമിച്ചോ, അയാൾ എത്ര ഉന്നതനായിരുന്നാലും ശരി, അതിനുവേണ്ടി സർക്കാരിന്റെ അധികാരം ദുർവിനിയോഗം ചെയ്തുകൊണ്ടൊരു കമ്മീഷനെയൊക്കെ വയ്ക്കുക എന്ന് പറയുന്നത് ഇന്ത്യൻ നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുക എന്നതിന് തുല്യമാണ്. അതിന് കാതലായ തിരിച്ചടി, ഒറ്റ തിരിച്ചടി തന്നെ ഇപ്പൊ ഹൈക്കോടതി നൽകിയിരിക്കുന്നു. അത് സർക്കാരിനൊരു പാഠമാണ്. സർക്കാർ നിയമപരമായ കാര്യങ്ങളിൽ അവർക്ക് എന്തെങ്കിലും ഗ്രീവൻസ് ഉണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെയാണ് അതിൻ്റെ അകത്ത് വരുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു വ്യക്തിക്ക് വേണ്ടി ഒരു സർക്കാർ ഇതുപോലെയുള്ള നിയമലംഘനങ്ങൾക്ക് തുനിയരുത്. എത്ര ഉന്നതനായിരുന്നാലും അദ്ദേഹത്തിന് എന്തെങ്കിലും അവകാശങ്ങളുണ്ടെങ്കിൽ അത് CRPCയും ബാക്കി നിയമങ്ങളും ED സംബന്ധമായ നിയമങ്ങളും അകത്ത് എന്തൊക്കെ സംവിധാനങ്ങളിൽ ആ കാര്യം ഈ വിചാരണ കോടതിയെ ബോധ്യപ്പെടുത്താം. അങ്ങനെ തെറ്റായ നടപടികളിലേക്ക് അന്വേഷണ ഏജൻസികൾ പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് ആവശ്യമുള്ള ചെക്ക് ആൻഡ് മെഷർ ആ CRPCക്ക് അകത്ത് തന്നെയുണ്ട്. അതിന്റെ അകത്തുള്ള നടപടികൾ സ്വീകരിക്കുക അല്ലാതെ വേറെ ഒരു കമ്മീഷനെ വെച്ചിട്ട്, ഈ രാജ്യത്ത് അന്വേഷണ കമ്മീഷൻ എന്ന് പറയുന്നത് സർക്കാരിന്റെ ഖജനാവ് കാലിയാക്കാനുള്ള ഒരു പ്രസ്ഥാനമായിട്ട് ഇവിടെ അധപ്പതിച്ചിരിക്കുകയാണ്. എത്രയോ കമ്മീഷനുകൾ നമ്മൾ വച്ചു, എന്ത് പ്രയോജനം ഉണ്ടായി നമുക്ക്? ശരി, നന്ദി ശ്രീ അഡ്വക്കേറ്റ് അജയകുമാർ. ശ്രീ ജയശങ്കർ, അഡ്വക്കേറ്റ് ജയശങ്കർ കൂടി ടെലിഫോണിലുണ്ട്. ജയശങ്കർ, സർക്കാരിന് വലിയ തിരിച്ചടി എന്ന രീതിയിൽ നിയമവർത്തങ്ങൾ ഈ വിഷയത്തെ വ്യാഖ്യാനിക്കുന്നു. സർക്കാരിനടക്കം നോട്ടീസ് അയക്കാനും കോടതി തീരുമാനിച്ചിരിക്കുന്നു. ഒപ്പം EDയുടെ ഹർജി ഫയലിൽ സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നു. എന്താണ് താങ്കളുടെ പ്രതികരണം ഈ വിഷയത്തിൽ? അല്ല, സ്വാഭാവികമായിട്ടും സർക്കാരിന് യാതൊരു അധികാരമില്ലാത്ത കാര്യമാണ് ചെയ്തിട്ടുള്ളത്. സർക്കാർ വലിയ അധികാര ദുർവിനിയോഗമാണ് നടത്തിയിട്ടുള്ളത്. ആ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ച സമയത്ത് തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, ഞാനല്ല, ഈ രംഗത്ത് അറിവുള്ള എല്ലാ ആളുകളും പറഞ്ഞിട്ടുള്ളതാണ്. കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം ശരിയായ രീതിയിലാണ് നടക്കുന്നത്, അത് രാഷ്ട്രീയ പകപോക്കലുണ്ടോ എന്ന് നോക്കാനായിട്ട് ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്തുന്ന കേട്ടുകേൾവിയൊന്നുമില്ലാത്ത സംഭവമാണ്. ഇത് അനുവദിച്ചു കഴിഞ്ഞാൽ വളരെ തെറ്റായ കീഴ്വഴക്കം ഈ നാട്ടിലുണ്ടാകും. കാരണം റിട്ടയർ ചെയ്ത പല ജഡ്ജിമാരുടെയും മനസാക്ഷി എന്ന് വെച്ചാൽ വലിച്ചാൽ വലിയുന്നതാണ്. ഇപ്പോൾ ഈ അന്വേഷണ കമ്മീഷനായിട്ട് നിയമിച്ചിട്ടുള്ള ജഡ്ജിയും ഈ സാമാന്യ നിയമത്തിന് അപവാദമല്ല. അദ്ദേഹം വളരെ കാലം SFI പ്രവർത്തകനായിരുന്ന ആളാണ്, പിൽക്കാലത്ത് മാർക്സിസ്റ്റ് പാർട്ടി മെമ്പറായിരുന്ന ആളാണ്.
ജഡ്ജി ആയിരിക്കുമ്പോൾ പോലും ഏതാണ്ട് മാർക്സിസ്റ്റ് പാർട്ടി അംഗമായിട്ട് തന്നെ പ്രവർത്തിച്ച ആളാണ്. അപ്പൊ അങ്ങനെ ഒരാളെ കൊണ്ട് അന്വേഷണം നടത്തിയാൽ എന്ത് സംഭവിക്കും എന്ന് മനസ്സിലാക്കാനായിട്ട് പ്രത്യേകിച്ച് വലിയ പ്രാഗൽഭ്യമോ നിയമ പാണ്ഡിത്യമോ ഒന്നും ആവശ്യമില്ല. ഇത് നമ്മുടെ നിയമ നടപടികളെ മൊത്തത്തിൽ പരിഹസിക്കുന്ന, നിയമ നടപടികളെ അപഹസിക്കുന്ന ഒരു നീക്കമായിരുന്നു. അത് ഹൈക്കോടതി ഇപ്പോൾ സ്റ്റേ ചെയ്തത് നന്നായി. അല്ലായിരുന്നെങ്കിൽ ഈ അന്വേഷണ കമ്മീഷൻ ഇവിടെ ഒരു റിപ്പോർട്ട് എഴുതി കൊടുക്കുകയും അത് ഒരു വിധത്തിൽ നടപ്പാക്കാൻ പറ്റുകയില്ല. അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രശ്നം. നടപ്പാക്കാൻ പറ്റാത്ത ഒരു റിപ്പോർട്ടിന് എഴുതി കൊടുക്കുന്ന റിപ്പോർട്ടിന് അത് എഴുതിയ കടലാസിന്റെ വില പോലും ഉണ്ടാകുകയില്ല. അപ്പോൾ മാത്രമല്ല, അത് നമ്മുടെ ഫെഡറൽ സംവിധാനത്തിനോടുള്ള ഒരു വലിയ വെല്ലുവിളി കൂടിയായിരിക്കും. കേന്ദ്ര ഗവൺമെന്റ് ഏജൻസി അന്വേഷണം നടത്തുന്നു, അതിനെക്കുറിച്ച് സംസ്ഥാന ഗവൺമെന്റ് ജുഡീഷ്യൽ അന്വേഷണം നടത്തുന്നു, ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷന്റെ ശുപാർശയുടെ പേരിൽ നടപടിയെടുക്കുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങിയത് എവിടെ ചെന്ന് അവസാനിക്കും? അപ്പൊ ഈ ഫെഡറൽ സംവിധാനത്തെ തന്നെ അട്ടിമറിക്കുന്ന ഒരു നീക്കമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഏതായാലും ഈ സ്റ്റേജിൽ ഹൈക്കോടതി സ്റ്റേ ചെയ്തത് നന്നായി. അല്ലായിരുന്നെങ്കിൽ ഖജനാവിൽ നിന്ന് കണ്ടമാനം പണം ഈ പേര് പറഞ്ഞ് ഈ ജഡ്ജിയും അദ്ദേഹത്തിന്റെ പാർശ്വവർത്തികളും ചേർത്ത് വസൂലാക്കിയത് അത് ഒരു അപകടം. രണ്ടാമത്, ഈ അധികാരമില്ലാത്ത കാര്യത്തെ കുറിച്ച് അന്വേഷണം നടത്തി അഭാസ്യമായ റിപ്പോർട്ട് കൊടുക്കുക, അതിന്റെ ആവശ്യമില്ലല്ലോ. ഏതായാലും സ്റ്റേ ചെയ്തത് നന്നായി എന്നാണ് എന്റെ അഭിപ്രായം. നന്ദി ശ്രീ അഡ്വക്കേറ്റ് ജയശങ്കർ. ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന് സംസ്ഥാന സർക്കാരിന് ഇഡിയുമായി ബന്ധപ്പെട്ട കേസിൽ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. ജുഡീഷ്യൽ കമ്മീഷനെ അത്തരത്തിൽ അന്വേഷണം തുടരണ്ട എന്നാണ് കോടതി തൽക്കാലത്തേക്ക് ഇടക്കാല ഉത്തരവായി തീരുമാനമെടുത്തിരിക്കുന്നത്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.